ഹായ് ഓൾ. ഇന്ന് മുടി വെട്ടാൻ പോവാ കേട്ടോ. മുടി നല്ല ഫ്രിസി ആയേ. എന്ന് പറഞ്ഞാൽ ഫ്രിസി മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞ പിന്നെ മുടിയുടെ ഞാനൊന്ന് കളറും ചെയ്തായിരുന്നു. കളറും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മുടിയുടെ അറ്റം നല്ലതായിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന് കുളമായി. അന്നേരം ഞാൻ ഓർത്ത് ഒന്ന് വെട്ടിവിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കണ്ടോ, ഭയങ്കരമായിട്ട് റഫായി, ഭയങ്കര ഫ്രിസിയായി. ഇത് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. സോ ഞാൻ സലൂണിലൊന്നും പോകണില്ല, ഞാൻ സ്വന്തമായിട്ടാണ് വെട്ടാൻ പോണത്. സ്വന്തമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചായം വെട്ടിത്തരാമെന്നാണ് ഓർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ആണുങ്ങൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കുറച്ചും കൂടെ നല്ലതായിട്ട് വളരും. അതുകൊണ്ട് ഞാൻ വീട്ടിലാണെങ്കിലും എനിക്ക് പപ്പയാണ് വെട്ടിത്തന്നെ. ഇവിടെ വന്നപ്പം എനിക്ക് ഇച്ചായനാണ് ഇവിടെ എപ്പോഴും വെട്ടിത്തന്നെ. ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സലൂണിൽ പോയി മുടി വെട്ടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ നോർമൽ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് വെട്ടാറ്. അന്നേരം ഇന്ന് ഇച്ചായനെ കൊണ്ട് വെട്ടിക്കാമെന്നാണ് ഓർക്കുന്നത്. അന്നേരം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ആ രീതിയിലാണ് ഞാൻ എപ്പോഴും മുടി വെട്ടുന്നത്. അന്നേരം ഇപ്പോഴും അങ്ങനെ വെട്ടാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വെട്ടിയാലത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു കട്ട്, ഒരു വി കട്ട് ആ മോഡൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടുന്നത്. ഒന്നും കൂടെ ഒരു കെട്ടും കൂടെ ഇട്ടൊന്ന് സെക്യൂർ ചെയ്യാം. കണ്ടോ, നിങ്ങൾക്ക് മുടി കണ്ടാൽ മനസ്സിലാവും. അടിയിലേക്ക് വരുമ്പോൾ കണ്ടോ, ഇത് ഞാൻ കളർ ചെയ്തതാണ്. കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ മുടി ഇത്രയും ഫ്രിസി ആയത്. അത് കഴിഞ്ഞ് ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും മുടി ഫുള്ള് ഫ്രിസി ആയി. കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അറിയാം, കെട്ടി വെച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ചകിരി പോലെ കിടക്കും. സോ ഞാൻ ഓർക്കണേ അത് ഫുൾ അങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്കാം. എനിക്കിനി ഒരു സ്പെഷ്യൽ ഒക്കേഷനും കൂടെ വരുന്നുണ്ട്. ആ സമയത്തേന് മുടി വളർന്ന് സെറ്റാവും. ഞാൻ അന്നേരം ഓണമൊക്കെ ആണല്ലോ, മുടി വെട്ടണ്ടല്ലോ, ഓണത്തിന് മുടി നീളം വേണമല്ലോ എന്ന് ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വെട്ടിക്കളഞ്ഞേക്കാം, ഇങ്ങനെ വെക്കുന്നതിലും ഭേദം വെട്ടിക്കളയുന്നതല്ലേ എന്നോർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അന്നേരം ഇത് മതി. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം. ഇതുപോലത്തെ കോമ്പുണ്ടല്ലോ, ഈ തടിയുടെ, ഇതാണ് കുറച്ചും കൂടെ മുടിയൊക്കെ നന്നായിട്ട് ചീകാൻ നല്ലത്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെതിനേക്കാളും ഇങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കാൽപ്പിനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണേ. കുഞ്ഞുണ്ടായി വരുന്നത് നന്നായിട്ടുണ്ടായി വരൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഹെയർ കട്ട് ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈസിയാണ്, ഹെൽപ്ഫുള്ളാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.